ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാൻസ് ലേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടുവിലെ മാർക്കറ്റിംഗ് മാനേജർ എന്ന ചാപ്റ്ററിൽ, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 18 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ പാർട്ട് 6, അതായത് അവസാന പാർട്ട്, ഏറ്റവും കൂടുതൽ എസ്എ പാർട്ട് നമ്മൾ വിളിക്കുന്ന പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The present day marketing is customer oriented. Present day marketing is customer oriented. അതായത് നമ്മൾ പറയുന്നു ഈ പാർട്ടിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരുപാട് വലുപ്പമുണ്ടായിരിക്കും. എന്താണ് എസ് എ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ചിലപ്പോൾ രണ്ടുപേരാണെങ്കിലും ഒരുപാട് എഴുതാനുണ്ടാവും. കാരണം എസ് എ ആണ്. കാരണം ആരും ചെറിയ ക്വസ്റ്റ്യൻ വിചാരിച്ച് എഴുതാതെ നിൽക്കരുത്. അതായത് കുറച്ച് എഴുതാനുള്ളത് വിചാരിച്ച് ആരും നിൽക്കരുത്. ഓക്കെ, അപ്പോൾ പ്രസന്റ് ഡേ മാർക്കറ്റിംഗ് ഈസ് എ കസ്റ്റമർ ഓറിയന്റഡ്. പ്രസന്റ് ഡേ എന്താണ് മാർക്കറ്റിംഗ് പറഞ്ഞാൽ കസ്റ്റമർ ഓറിയന്റഡ് ആണ്, റേദർ ദാൻ പ്രൊഡക്റ്റ് ഓറിയന്റഡ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. ഇത്ര ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ, ഇപ്പോഴത്തെ മോഡേൺ മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റിംഗ് എന്താണ് കസ്റ്റമർ ഓറിയന്റഡ് ആണ്, അല്ലാതെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് അല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. നോക്കാം. അപ്പോൾ എന്താണ് സിമ്പിളായിട്ട് ചെയ്താൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ എന്താണ് ഡിഫൈൻഡ് ആൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. അതായത് എന്താണ് ഒരു സാധനം അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ എത്തുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിലെ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക മാർക്കറ്റിംഗ് പറയാം. അവിടെ എന്താണ് കസ്റ്റമറാണ് കിങ്, വേറെ ആരല്ല, കസ്റ്റമറാണ് കിങ് എന്ന് പറയുന്നത്. ഇതാണ് മാർക്കറ്റിംഗ്. ഇതിൻ്റെ മാർക്കറ്റ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. മാർക്കറ്റിങ്ങിൻ്റെ മീനിങ്ങൾ പഠിച്ചതാണ് ഒക്കെ നമ്മൾ. പക്ഷേ മാർക്കറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം എഴുതാം. പിന്നെ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എഴുതാം. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്തൊക്കെയാണ്? മാർക്കറ്റ് റിസർച്ച്. അതെന്താണ് മാർക്കറ്റ് റിസർച്ച് നടത്തുന്നുണ്ട്, മാർക്കറ്റ് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ടെക്സ്റ്റൈൽ ഷോപ്പ് നമ്മൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങണം. അത് തുടങ്ങുന്നതിന് മുന്നേ എന്താണ് നമ്മളവിടെ പോയി പഠിക്കും. എങ്ങനത്തെ തരം ആളുകളാണ്, എങ്ങനത്തെ തരം കസ്റ്റമേഴ്സാണ്, അതിനെക്കുറിച്ച് എന്താണ് നമ്മളൊരു പഠനം നടത്തോടെ പോയിട്ടുണ്ട്. ആ പഠനം നടത്തിയതിന് ശേഷം നമ്മളെന്താണ് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ് മാർക്കറ്റ് എപ്പോഴും കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. രണ്ടാമതാണ് മാർക്കറ്റ് പ്ലാനിങ്. പിന്നെന്താ നമ്മൾ പ്ലാൻ ചെയ്യും. ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് പ്ലാൻ, മാർക്കറ്റ് ഒബ്ജക്റ്റീവ്സ് ടു ഓർഗനൈസ് ക്യാൻ ബി അച്ചീവ്. അതായത് നമുക്കൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ മാത്രമുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യും. ഇതാണ് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയാം. മൂന്നാമത്തെ എന്താണ് പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിനൊരു മുൻധാരണ ഉണ്ടാവും നമ്മളെ കുറിച്ച്. അതായത് നമുക്കൊരു മുൻധാരണ ഉണ്ടാവും. ആ കസ്റ്റമേഴ്സിന് ഇത് ഇഷ്ടപ്പെടുമോ, ഈ രീതിയിലുള്ള കാറ്റഗറി കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുമോ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്താണ് ഇത് ആളുകൾ സ്വീകരിക്കുമോ, ഇങ്ങനത്തെ ഒരുപാട് വേവലാതികൾ നമുക്കുണ്ടാവും. ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് എന്ത് പറയുന്നത് നമ്മളിതൊക്കെ റിസർച്ച് ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് എപ്പോഴും നമ്മൾ ചിന്ത ആരെ കുറിച്ചാണ്? കസ്റ്റമേഴ്സിനെ കുറിച്ച് മാത്രമാണ്. അതായത് പ്രൊഡക്റ്റിനെ കുറിച്ചും അല്ല, നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിനൊരു ഫംഗ്ഷനാണ് പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നാലാമത്തെ എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ്. എന്താണ് നമ്മൾ സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും, ഗ്രേഡ് ചെയ്യും. ഇത് ഇത്ര ക്വാളിറ്റി, ചിലപ്പോൾ എന്താണ് ചിലത് ക്വാളിറ്റി കുറവായിരിക്കും, അത് ക്വാളിറ്റി കൂടുതലായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന് ഗ്രേഡ് ചെയ്യും, അതിനെ തരംതിരിക്കും. ഇങ്ങനത്തെ എന്താണ് ഇത് എന്തിനു വേണ്ടിയാണ്? കസ്റ്റമേഴ്സ് കുറ്റം പറയരുത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്താണ് ഇത് മോശം എന്ന് പറയരുത്, അതിന് വേണ്ടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ പറയും ഇതാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കസ്റ്റമേഴ്സ് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ. അപ്പോൾ എന്താണ് കസ്റ്റമേഴ്സിന് എന്താണ് തോന്നൂല, നമ്മളെ വഞ്ചിക്കപ്പെട്ടു നമ്മൾ തോന്നില്ല. കാരണം എന്താണ് നമ്മൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽസ്മാൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ ഗ്രേഡിങ് എന്താണ് ഇതിൽ ചെയ്യുന്നത് പറയുന്നത്. പിന്നെ എന്താണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ്. ഞാൻ പറഞ്ഞു പാക്കേജിങ് കുറിച്ച് ലേബലിംഗ് കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ്. പാക്കേജിങ് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ലേബലിംഗ് പറഞ്ഞാൽ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പാക്കേജ് ചെയ്യുക, ലേബൽ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒട്ടിക്കുക, എല്ലാ എന്തൊക്കെ യൂസേജ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ മറ്റേ പ്രൈസ് എത്ര രൂപയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കണ്ടൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലേബലിങ്ങിൽ കൊടുക്കുക. അതുപോലെ തന്നെ പാക്കേജിങ് എന്താണ് അട്രാക്റ്റീവ് ആയിരിക്കും. പാക്കേജിങ് എന്ന് പറയുന്നത് വേറെ പേരെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചറായി പറയുന്നത് എന്താണ് സൈലന്റ് സെയിൽസ്മാൻ എന്ത് പറയും നമ്മൾ പാക്കേജിങ്ങിന് പറയും. ഓക്കെ അല്ലേ. അടുത്താണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന ലോഗോ, ഒരു ലോഗോ അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ ഒരു സ്ലോഗന്, ഇതിനൊക്കെ എന്താ പറയും ബ്രാൻഡിങ് എന്ന് പറയും. ബ്രാൻഡിങ് എന്ത് ഹെൽപ്പ് ചെയ്യും? പെട്ടെന്ന് നമുക്ക് സാധനം ഐഡന്റിഫൈ ചെയ്യാൻ, കസ്റ്റമേഴ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്താണ് കസ്റ്റമർ സപ്പോർട്ട് സർവീസ്. 24x കസ്റ്റമർ സപ്പോർട്ട് സർവീസ് കേട്ടിട്ടില്ലേ? ഇതൊക്കെ എന്തിനാണ്? കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എന്താണ് ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. 24 മണിക്കൂർ എന്താണ് കസ്റ്റമേഴ്സിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അവരെന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കുകയാണ്, അവരുടെ പരാതികൾ നമ്മൾ കേൾക്കുകയാണ്, അവർക്ക് നമ്മൾ പരിഹരിച്ച് കൊടുക്കുകയാണ്. ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ് മാർക്കറ്റിങ്ങിന്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ
ഈ കാര്യങ്ങൾ കൊണ്ടല്ല എന്താ പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ആണെന്ന് പറയാൻ കാരണം ഈ ഫങ്ഷൻസ് ഒക്കെയാണ് എന്തിനു കാരണം മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ മോഡേൺ സെൻസിൽ മാർക്കറ്റിംഗ് നിർവ്വഹണം എന്താണ് കസ്റ്റമർ ഓറിയന്റഡ് ആണെന്ന് പറയാൻ കാരണം ക്ലിയർ അല്ലേ ഓക്കെ പിന്നെന്താണ് പ്രൈസിങ് പ്രൊമോഷൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ എന്താണ് മാർക്കറ്റിംഗ് ഫംഗ്ഷനിൽ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് പ്രൈസിങ് എന്താണ് പ്രൊമോഷൻ എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഡീറ്റെയിൽ പറഞ്ഞതാണ് അപ്പം ഇതൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ പഠിക്കുക ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ അറിയാം ഓക്കെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ് ഇതൊക്കെ എന്താണ് കൂടുതലും പഠിക്കുക സ്റ്റോറേജ് എന്തൊക്കെ സ്റ്റോർ ചെയ്യും വെയർ ഹൗസിംഗ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സ്റ്റോറേജിൻ്റെ പ്രത്യേകത വെയർ ഹൗസിങ്ങിൻ്റെ പ്രത്യേകത ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഈ 12 പോയിന്റ് ഉണ്ട് എന്ത് ഈ ഇതിൽ അതായത് ഈ സെക്ഷൻ 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ 6 മാർക്കിൻ്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ട് 12 പോയിന്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ 12 പോയിന്റ് എഴുതണം അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതണം എന്നാൽ തന്നെ ആ മാർക്ക് കിട്ടുള്ളൂ ആ 8 മാർക്ക് എന്ന് പറയുന്ന 8 മാർക്ക് എസ് എൻ്റെ ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്താണ് ഈ പോയിന്റ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതും വേണം പിന്നെ അതുപോലെ തന്നെ എന്താണ് ആദ്യം മാർക്കറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ആദ്യം എഴുതിയതിന് ശേഷം മാത്രമേ ബാക്കി എഴുതാൻ പാടുള്ളൂ ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ മാനേജർ ഓഫ് ഇമ്പാക്ട് എന്റർപ്രൈസസ് ഡീലിംഗ് കസ്റ്റമേഴ്സ് ഫേസിങ് ദ പ്രോബ്ലം നേരത്തെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു കമ്പനി എന്നാണ് അവർ സെയിൽസ് വളരെ കുറവാണ് മോശമാണ് അപ്പോൾ ആ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർ എന്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഫ്രീ ഗിഫ്റ്റ് കൊടുക്കാം കോണ്ടസ്റ്റുകൾ വെക്കാം മണി റീഫണ്ട് കൊടുക്കാം സാമ്പിൾസ് കൊടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെന്താ ലക്കി ഡ്രോ കൊടുക്കാം റിബേറ്റ് കൊടുക്കാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരുപാട് ആശയങ്ങൾക്ക് തോന്നുമല്ലോ ഇങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കൂടുതൽ എന്താണ് നമ്മളെ ഭാഗത്തേക്ക് വരും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്റ്റ് അട്രാക്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും ഗിഫ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ കോണ്ടസ്റ്റ് ഒക്കെ ലക്കി ഡ്രോ മണി റീഫണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കസ്റ്റമേഴ്സ് നമ്മൾ അട്രാക്ട് ചെയ്യും ഉറപ്പാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ചോദിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ഇവിടെ പറയാത്തത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മണി സ്പെൻഡ് ഓൺ അഡ്വർടൈസിങ് ഈസ് വേസ്റ്റ്ഫുൾ ഡു യു അഗ്രി ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ ഇവിടെ എന്താണ് മണി അതായത് നമ്മൾ അഡ്വർടൈസിംഗ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്താണ് വേസ്റ്റ് ആണെന്ന് പറയുന്നത് ഡു യു അഗ്രി ചോദിക്കുന്നത് ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താക്കാം അഗ്രി ചെയ്യാം അല്ലെങ്കിൽ എന്താ ചെയ്യാം ഡിസഗ്രി ചെയ്യാം ഇവിടെ നിങ്ങളെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത് അല്ലാതെ ഇതിനെന്തില്ല ഇത് പ്രീ ഡിറ്റർമൈൻഡ് ആൻസർ ഇല്ല 2 ആൻസറും പറ്റും അഗ്രി ചെയ്യാം ഡിസഗ്രി ചെയ്യാം ആസ് യുവർ ചോയ്സ് നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് ചെയ്യാം പക്ഷെ എന്താണ് അതിന് കറക്റ്റ് റീസൺ കൊടുക്കണം നിങ്ങൾ അഗ്രി ചെയ്യുന്നത് എന്തുകൊണ്ട് അഗ്രി ചെയ്യുന്നു ഡിസഗ്രി ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഡിസഗ്രി ചെയ്യുന്നു ഇതിനുള്ള കറക്റ്റ് റീസൺ എന്തായിരിക്കണം നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത് ഓക്കെ നോക്കാം അപ്പോൾ നമ്മളെന്താണ് മാക്സിമം എന്തായിരിക്കും നമ്മൾ അഗ്രി ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് കുറച്ചും കൂടി പോയിന്റ് ചെയ്താൽ സുഖമായിരിക്കും കാരണം എന്താണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് അഡ്വർടൈസിങ് എന്താണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഓക്കെ അല്ലേ അപ്പം മെറിറ്റ് ഓഫ് അഡ്വർടൈസിങ് എന്താണ് ഫസ്റ്റ് എന്താണ് മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സിന് എന്താ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കോമ്പറ്റേറ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് നമ്മളെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ പ്രോഫിറ്റ് കൂട്ടാൻ എളുപ്പമാണ് പിന്നെ ആളുകൾക്ക് ഇടയിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാൻ എളുപ്പമാണ് അങ്ങനത്തെ ഒരുപാട് പോയിന്റ് നമുക്ക് എഴുതാം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഓക്കെ പിന്നെന്താണ് കസ്റ്റമേഴ്സ് എന്തൊക്കെ ഉണ്ടായിരിക്കും കസ്റ്റമേഴ്സിന്റെ ബ്രാൻഡ് ലോയാലിറ്റി അതായത് ആളുകളുടെ ഇടയിൽ നിലവിലുണ്ടാവും അതുപോലെ തന്നെ ക്വാളിറ്റി ഈ സാധനത്തിൽ ഒരുപാട് ക്വാളിറ്റി ഉണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേരിയസ് പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണ് അവരുടെ പ്രൈസിനെ കുറിച്ച് അറിയാനൊക്കെ എന്തായിരിക്കും വളരെ എളുപ്പമായിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ പിന്നെന്താണ് സൊസൈറ്റിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും സൊസൈറ്റിക്ക് ഹെൽപ്പ് ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ അഡ്വർടൈസ്മെന്റിലൂടെ എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും ക്ലിയർ അല്ലേ അതായത് ഈ അഡ്വർടൈസിങ് കാരണം എന്താണ് ഇപ്പം അതായത് നമ്മൾ പരസ്യം കൊടുത്തു അതിന് സെയിൽസ് കൂടി കഴിഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ കമ്പനിയിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും അല്ലെങ്കിൽ എന്താണ് ഈ പരസ്യത്തിൻ്റെ അഭിനേതാക്കൾ അല്ലെങ്കിൽ ഈ പരസ്യത്തിൻ്റെ പിന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ ഒരുപാട് ഇതുണ്ടാവും ഈ പരസ്യം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും ഇതിലൊക്കെ എന്താണ് സൊസൈറ്റിക്ക് ഒരുപാട് സൊസൈറ്റി ആളുകൾക്ക് എന്താണ് ഇപ്പോൾ ജോബ് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം അതായത് ഈ ടി വി റേഡിയോ ഇവരുടെ മെയിൻ ഇൻകം എന്താണ് ഈ ടി വി റേഡിയോ പത്രം ഇവിടെ മെയിൻ ഇൻകം എന്താണ് ഈ പരസ്യമാണ് അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പത്രത്തിന് ഒരു 9 രൂപയാണ് 9 രൂപയുള്ള പത്രം 9 രൂപയ്ക്ക് ഒരു പത്രം അച്ചടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല തോന്നുന്നില്ല കാരണം എന്താണ് 9 രൂപയ്ക്ക് എന്തായാലും ഫുൾ പേജ് 14 പേജ് 15 പേജ് പത്രം അച്ചടിക്കാൻ എന്തായാലും കഴിയില്ല അതിൻ്റെ ബാക്കിലുള്ള ഇതെന്താണ് സൈക്കോളജി എന്താണ് ആ പത്രം പിടിച്ചിരിക്കുന്ന എവിടെയാണ് അതിൽ കൊടുക്കുന്ന ഒരു വലിയ കോളം പരസ്യം അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് പരസ്യം അല്ലെങ്കിൽ ബാക്ക് പേജ് പരസ്യത്തിലൂടെയാണ് ആ പത്രം പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ സൊസൈറ്റിക്കുള്ള ബെനിഫിറ്റ് ആണ് പിന്നെ എന്താ പറയുന്നത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എൻകറേജ് ആർട്ടിസ്റ്റുകൾ അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ എന്താണ്
ആർട്ടിസ്റ്റുകൾ ഈ പരസ്യത്തിൽ അഭിനയിക്കാനുള്ള അഭിനേതാക്കൾ ഇവർക്കൊക്കെ എന്താണ് ഒരു എൻകറേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രി. ഈ അതായത് നമ്മുടെ കൺട്രിയുടെ എക്കണോമിക്, അതായത് സാമ്പത്തിക ഒന്ന് ഉയർത്താൻ വേണ്ടി എന്താണ് ഈ അഡ്വർടൈസ്മെന്റ് സഹായിക്കുക. കാരണം പൈസ ഒക്കെ ഇതിലേക്ക് ഇറങ്ങണം, അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് പൈസ ഇറക്കണം. പൈസ ഇറക്കുമ്പോൾ എന്താണ് അതിന് പൈസ ഇങ്ങനെ റോൾ ചെയ്ത് വരും. ഒരു എക്കണോമിക് പ്രോസസ്സ് എന്താണ് ഇവിടെ നടക്കും. പിന്നെ എന്താണ് ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് മിഡിൽ മാൻ ആൻഡ് കൺസ്യൂമേഴ്സ് ഗെറ്റ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് അറ്റ് ലോവർ കോസ്റ്റ്. എന്താണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്താണ് ലോവർ കോസ്റ്റിൽ കിട്ടും. അതായത് ഇതിന് മിഡിൽ മാൻ ഒന്നുമില്ല, ഒറ്റ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അപ്പം ആ പരസ്യത്തിന് ചെറിയൊരു എക്സ്പെൻസ് കൂടുതൽ, അതിൻ്റെ ഇടയിൽ വേറെ മിഡിൽ മാൻസിനും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അപ്പം പ്രൊഡക്റ്റ് എന്താണ് ലോവർ കോസ്റ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് നമ്മൾ ഡിസഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അഗ്രി ചെയ്യുമ്പോൾ ഒരുപാട് പോയിന്റ്, ഡിസഗ്രി ചെയ്യുകയാണെന്ന് എന്തൊക്കെയാണ് പോയിന്റാണ് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് എൻകറേജ് കസ്റ്റമർ ബൈറ്റ് അൺവാണ്ടഡ് ഗുഡ്സ്. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് അഡ്വർടൈസ് മിസ്ലീഡിംഗ് ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, അതായത് മിസ്ലീഡിംഗ് ആണ്, അതായത് നമുക്ക് തെറ്റായ ഇൻഫർമേഷൻ തരും. പിന്നെ സൊസൈറ്റിൻ്റെ വാല്യൂവിന് എതിരായിരിക്കും. പിന്നെന്താണ് ചെറിയ സാധനങ്ങൾ, അതിപ്പോൾ നമ്മൾ ഒരു തീപ്പെട്ടി വാങ്ങുക അല്ലെങ്കിൽ ഒരു ഉപ്പ് വാങ്ങുക, ഇതിൽ വരെ പരസ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും ആളുകൾ ഇതൊക്കെ സ്വാധീനിക്കും. ഒരു ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വരെ ആളുകൾക്ക് എന്താ അറിയും ഈ പരസ്യത്തിന്റെ സ്വാധീനത്തിന് വലയത്തിൽപ്പെട്ടു എന്താണ് ആളുകൾ അതിനും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇതിനൊക്കെ എന്താണ് ഈ പരസ്യം ഒരു ബാഡായിട്ട് പറയാം. ചിലപ്പോൾ എന്തായിരിക്കും സൊസൈറ്റിക്ക് എന്തായിരിക്കും ഒരു ഭയങ്കര അവരുടെ എത്തിക്സിനെതിരായിട്ട് ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ എന്തായിരിക്കും നമ്മളെ സൊസൈറ്റിയെ മോശമായി ബാധിക്കാൻ വരെ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഈ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മൾ ഒബ്ജെക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് രണ്ട് ആൻസർ ചെയ്യാം. ഒന്ന് അഗ്രി ആയിട്ട് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസഗ്രി ആയിട്ട് ആൻസർ ചെയ്യാം. രണ്ട് ചെയ്താലും എന്താണ് അത് കറക്റ്റ് റീസൺ എന്തായിരിക്കണം നമ്മൾ കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പാർട്ടിൽ വന്ന എസ് എ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പിന്നെ ഇതിൽ പിന്നെ മാർക്കറ്റിംഗ് മിക്സിൻ്റെ അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സിൻ്റെ എസ് എ വരാൻ ചാൻസ്. എന്തൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ ആയി പഠിക്കുക, വ്യക്തമായി പഠിക്കുക, എല്ലാവരും ഉഷാറാക്കുക. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ബോധത്തോടു കൂടി തന്നെ ഈ ചാപ്റ്റർ പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.